ജെൻഡർ ഇക്വാളിറ്റി ഇപ്പോഴും ഇല്ല. കേരളത്തിലുമല്ല, എനിക്ക് തോന്നുന്നില്ല ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം 2 ജെൻഡർ ആവുന്നത് കൊണ്ട് അതിൻ്റെ ഡിഫറൻസസ് എന്തായാലും ഉണ്ടാവും. ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ഓഫ് എന്താണ് അവസരങ്ങൾ കിട്ടുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലെ കാഴ്ചപ്പാടിലുള്ള ഒരു ഇക്വാളിറ്റി, ആണുങ്ങൾ കുറച്ചുകൂടെ ഭേദമാണ്, പെണ്ണുങ്ങൾ കുറവാണ് എന്നുള്ള ആ ഒരു സാധനത്തിനെയാണ് നമ്മളെപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അംഗീകരിച്ച് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 വെച്ചിട്ടുള്ള ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ അതില്ല ഇപ്പോഴും. ഇപ്പോഴും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ആർമിയിൽ പോലും സ്ത്രീകളുടെ പ്രത്യേകമായിട്ടാണ് റിക്രൂട്ട്മെന്റ്, പോലീസിൽ പ്രത്യേകമായിട്ടാണ് റിക്രൂട്ട്മെന്റ്. പോലീസിന്റെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ജനറലായിട്ട് ഒരു പോലീസ് ഓഫീസേഴ്സിന്റെ വേക്കൻസി വരുമ്പോൾ, താഴെയുള്ള കോൺസ്റ്റബിളിന്റെ വേക്കൻസി വരുമ്പോൾ PSC എല്ലാവരെയും കൂടെ ഒരുമിച്ച് വിളിച്ചല്ല നടത്തുന്നത്. അവർ മിനിമം ഹൈറ്റ് ഇത്രയും, മിനിമം പൊക്കം ഇത്രയും, ചെസ്റ്റ് വിസ്തീർണം ഇത്രയും, ഏജ് ഇത്രയും, അങ്ങനെയുള്ള ഷോൾഡർ വിസ്തീർണം ഇത്രയും എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാർ മാത്രം അപേക്ഷിക്കാൻ പറഞ്ഞ് ഇപ്പോഴും PSC ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഇസ് നോട്ട് ഇക്വാലിറ്റി. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് കാലം കൂടെ കഴിഞ്ഞിട്ടേ ശരിക്കും വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.